ചെയ്യാം. ഇതാണ് ഓക്കെ. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഓരോ പേജ് തുറക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നോക്കി, ഇത് അതിൻ്റെ അത് തന്നെയാണ്. പിന്നെ ഇത് നിരാകരണം, അതിനുശേഷം ഈ രചയിതാവിനെ പറ്റി കുറിച്ച് മാത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഷോർട്ട് കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്കറിയാം ഓരോ പേജും നിങ്ങൾക്ക് കളയാനുള്ളതല്ല, വായിക്കാനുള്ളതാണ്. പിന്നെ സൂചിക, പിന്നെ കൃതജ്ഞ. ഈ പുസ്തകം ഈ രൂപത്തിലേക്ക് വന്നതിന് മേഡത്തിന് ആരോടൊക്കെ കൃതജ്ഞയുണ്ട് അത് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം സൂചിക, ഈ പുസ്തകത്തിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളതും അതിൽ കൂടെയാണ് നമ്മൾ ഓരോന്നേക്ക് പോകുന്നത്. പിന്നെ ഈ പുസ്തകം 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കുന്ന ഈ പുസ്തകം എങ്ങനെ ഉപയോഗിക്കണം അതാണ് പിന്നെ ഇവിടുന്ന് വരുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പിന്നെ നമ്മുടെ ശരീരം ഒരു ഘടികാരമാണ്, അതുകൊണ്ടാണ് പറഞ്ഞ എല്ലാ കാര്യവും സമയത്ത് ചെയ്യണമെന്ന്. ഹലോ, അപ്പോൾ എങ്ങനെ നോക്കിയേ, ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങണം. എങ്ങനെയാണ് ഉറങ്ങുന്നത്? അങ്ങനെയാണ് ഉറങ്ങുന്നത്, മൊബൈൽ കയ്യിൽ വെച്ചിട്ടല്ലേ കിടന്ന് ഉറങ്ങുന്നത്. പിന്നെ എങ്ങനെ ഉറങ്ങുന്നത്? കുഞ്ഞിനെ പോകണ്ട, ഒരു കുഞ്ഞിനെ പോലെ ഉറങ്ങണം. അതേപോലെ തന്നെ ഇതാ ഇങ്ങനെ ഓരോ പേജ് എടുത്തു കഴിഞ്ഞാലും അവരുടെ സൂചികയിൽ നോക്കിയാൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വിളിക്കാം. സൂചികയിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഭാഗം 1 നമ്മുടെ ഘടികാരം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പാചകം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓരോ അസുഖങ്ങളെ പറ്റി കൃത്യമായിട്ടുണ്ട്, അതിന്റെ വ്യായാമ മുറ എന്തൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാ തത്വങ്ങളുള്ളത് ഇത് നോക്കിയേ. ഒരു പേജ് നമുക്ക് എടുക്കാം, ഒരു ലെസൺ. ഓക്കെ, ഇത് കുറഞ്ഞ രക്തസമ്മർദ്ദം. ഓക്കെ, അതിന്റെ റെഫറൻസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുക പ്രഷർ കുറവുണ്ടോ കൂടുതലുണ്ടോ അതിന്റെ റെഫറൻസ് വെച്ചിട്ടുണ്ട്. അതുകൂടെ വസ്തുത, അതിന്റെ വസ്തുത എന്താണ്, റിയാലിറ്റി എന്താണ്. ഓക്കെ, അതിനുശേഷം പിന്നെ ഉള്ളത് ഉറക്കം, എങ്ങനെ ഉറങ്ങണം, എങ്ങനെ തല വെക്കണം. ഹലോ, റൈറ്റ്. അതിനുശേഷം ഉറക്കം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകാരിക ക്ഷേമം, എന്തൊക്കെ പതിവായിട്ട് ചെയ്യണം, എന്തൊക്കെ നിങ്ങൾക്ക് മാനസികമായിട്ട് മാറ്റിയെടുക്കണം. ഹലോ, റൈറ്റ്. അതിനുശേഷം ചിത്രമുണ്ട്, സുഹൃത്തുക്കളായി പതിവായി നിങ്ങളുടെ സമയം ചെലവഴിക്കുക. മൊബൈൽ ഫോണിന്റെ കൂടെ ചെലവഴിക്കരുത്, സുഹൃത്തുക്കളോട് സംസാരിക്കുക, കുറെ ആൾക്കാരും കണ്ടുമുട്ടുക. റൈറ്റ്. അങ്ങനെ ഒരു സുഹൃത്ത് നിങ്ങളായി മാറുക. നിങ്ങൾ പോകുന്ന പോലെ തന്നെ ഒരാൾക്ക് നിങ്ങളുടെ അടുത്ത് വരാൻ തോന്നണം. അതുകൊണ്ട് വ്യായാമം എങ്ങനെ ചെയ്യണം, എപ്പോഴും തുറന്ന സ്ഥലത്ത് കോട്ടൺ വസ്ത്രങ്ങളിൽ വ്യായാമം ചെയ്യണം. ആരും ഓർത്തില്ല എങ്ങനെ ചെയ്യണം ഇല്ല. പിന്നെ അതിനുശേഷമുള്ള ഭക്ഷണക്രമം, രാവിലെ 6 മണി മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ എങ്ങനെ കഴിക്കണം, എത്ര സമയത്ത് കഴിക്കണം, ഏത് സമയത്ത് കഴിക്കണം. ഭക്ഷണക്രമം 2-3 പേജിൽ ഇതിന്റെ ഉള്ളത്. പിന്നെ അധിക വിവരങ്ങൾ, ഇതിന്റെ കൂടെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ അതിന്റെ വിവരങ്ങൾ ഇതിന്റെ അകത്ത് അധിക വിവരങ്ങളുണ്ട്. ആ പോയിന്റ് കൂടി പഠിച്ചു വെക്കുക. ലാസ്റ്റില് നമുക്ക് മനസ്സിലാക്കുന്നതാണ് പോഷകങ്ങൾ. ഓക്കെ, എന്തൊക്കെ പോഷകം കഴിക്കണം കൃത്യമായിട്ട്. അങ്ങനെ 10-12 എത്ര മനോഹരമായിട്ടുള്ള ആദ്യം തന്നെ ഐതേട്ടൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 5 ബുക്ക് വേണം. അപ്പൊ ഐതേട്ടന് ആദ്യം തന്നെ ഞാൻ 5 ബുക്ക് കൊടുത്തുകൊണ്ട് ഐതേട്ടന് 5 ഒരു ഫോട്ടോ 5 ബുക്ക് കൊടുത്തുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനം അങ്ങ് ചെയ്യുകയാണ്.